കൊന്നുകളയും ഞാൻ. വേണ്ട. രമേ വേണ്ടെന്ന്. അവള് പഠിക്കുന്നില്ല. തമ്പുരാനെയും തമ്പുരാട്ടിയെയും ജീവനോട് കൊളുത്തിയ ശിവദാസന്റെ മകളുടെ സർട്ടിഫിക്കറ്റും കത്തി അമരട്ടെ. രമേ വേണ്ടെന്ന്. അവള് പഠിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇനി എന്ത് സംഭവിച്ചാലും ഈ സർട്ടിഫിക്കറ്റ് ഞാൻ കത്തിച്ചിരിക്കും. ഒരു സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയാൽ അതൊരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് അർത്ഥമില്ല. 1-2 ആഴ്ച കൊണ്ട് അത് വീണ്ടും തിരിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഈ കാര്യം വൈദേഹി തമ്പുരാട്ടി അറിഞ്ഞ രമാദേവിക്ക് നഷ്ടപ്പെട്ടതൊന്നും ഒരിക്കലും തിരിച്ചു കിട്ടിയെന്ന് വരില്ല. അതോർത്താ നിനക്ക് കൊള്ളാം. ആരോട് എന്ത് വിളിച്ചു പറഞ്ഞാലും ഈ രമാദേവിക്ക് അത് പുല്ല, വെറും പുല്ല്. കൊന്നുകളയും ഞാൻ. ചിന്നു എണീക്കേ. നിന്റെ നഷ്ടപ്പെട്ടു പോയ സർട്ടിഫിക്കറ്റ്. സർ, ഇതെവിടുന്ന് കിട്ടി? ഞാനിത് എവിടെയാ വെച്ച് മറന്നത്? അതൊക്കെ പറയാം. ഇപ്പൊ ഇതുമായിട്ട് എത്രയും പെട്ടെന്ന് കോടതിയിലെത്താൻ നോക്ക്. വേഗം. പിന്നെ മഹിയെ കൂടെ വിളിച്ചിട്ടേ ചിന്നു ഈ സർട്ടിഫിക്കറ്റുമായിട്ട് ചെന്ന് വേഗം അഡ്മിഷൻ എടുക്ക്. മഹി, മഹി, ഇവനിത് എവിടെ പോയി കിടക്കുന്നു? അകത്ത് എവിടെയെങ്കിലും സർട്ടിഫിക്കറ്റ് മറന്നു വെച്ചിട്ടുണ്ടോന്ന് തിരക്കാൻ പോയതാവും. മഹി, ഇടാ മഹി, ഒന്ന് വേഗം വാ. ഒന്ന് വേഗം വാ. ഇടാ അഡ്മിഷന് സമയമായി. ഇനി ചിന്നു ഒറ്റയ്ക്ക് പോയി അങ്ങ് എത്തില്ല. സർട്ടിഫിക്കറ്റ് കിട്ടിയോ? എടാ അതൊക്കെ കിട്ടി. എടാ നീ ചിന്നുമായിട്ട് വേഗം ചെന്ന് അഡ്മിഷൻ എടുക്ക്. അപ്പോ ഈ സർട്ടിഫിക്കറ്റ് എവിടെ കിട്ടിയേ? എടാ അതൊക്കെ സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. തൽക്കാലം നീ കാർ എടുക്കണ്ട. ബൈക്കിൽ പോയാലേ ഈ ട്രാഫിക് ബ്ലോക്കിലൊന്നും പെടാതെ നിനക്ക് വേഗം അങ്ങ് എത്താൻ പറ്റൂ. വേഗം ചെല്ല്.
ചിന്നു? സർ, അനുഗ്രഹിക്കണം. നിന്റെ നല്ല മനസ്സിന് നല്ലതേ വരൂ. ആ, നിന്ന് സമയം കളയണ്ട, വേഗം പോയിട്ടോ. നീ പൊയ്ക്കോ. നീയും മന്ത്രിയുടെ മകളുമായിട്ടുള്ള കല്യാണം എത്രയും വേഗം ഞാൻ നടത്തിയിരിക്കും. നിക്ക്. എങ്ങോട്ടാ? അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, റോഡ് പണി നടക്കുക. ഇനി എന്ത് ചെയ്യും? ഈ വഴി പോയ റെയിൽവേ ക്രോസാ, പക്ഷേ അത് അടച്ചാ പിന്നെ 6 കിലോമീറ്റർ ചുറ്റേണ്ടി വരും. പിന്നെ എന്ത് ചെയ്യും? ഒരു വഴിയുണ്ട്, നമുക്ക് തിരികെ പോയിട്ട് ഇടയ്ക്കുള്ള പോക്കറ്റ് വഴിയോട് പോവാം. എങ്കിൽ വേഗം പോവാം. വാ, സമയം പോന്നു.